ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം നമ്മള് അവിദ്യാ ഉപാധി സൻ ആത്മാ ജീവ ഇതി ഉച്യത്തെ. അവിദ്യാ ഉപാധി, അവിദ്യ എന്ന ഉപാധി സൻ, അങ്ങനെ അവിദ്യ എന്ന ഉപാധിയിൽ ഇരുന്നു കൊണ്ട് ആത്മാ ജീവ ജീവൻ എന്ന് ഇതി ഉച്യത്തെ ജീവൻ എന്ന് പറയപ്പെടുന്നു. അതായത് അവിദ്യ മൂലമാണ് ആത്മാവിനെ നമ്മള് ജീവൻ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവനും ആത്മാവും ഒന്ന് തന്നെ. അവിദ്യ മൂലം നമുക്കത് മനസ്സിലാകുന്നില്ല. ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ, എങ്ങനെയാണ് ആ തോന്നുന്നത് എന്ന് പറഞ്ഞു. ശരിക്കും ആത്മാവിന്റെ ചൈതന്യമാണ് ജഡമായ കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരത്തിൽ പ്രതിബിംബിക്കുന്നത്. പക്ഷേ ആ ഉപാധി, അതായത് കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരം എന്ന ഉപാധി, ആ ഉപാധിയുടെ ധർമ്മത്തെ നമ്മളിലേക്ക് പകർത്തുന്നത് കൊണ്ട്, എങ്ങനെയാണോ സ്ഫടികത്തിലേക്ക് ചെമ്പരത്തിപ്പൂവിന്റെ ചുവന്ന നിറം സ്ഫടികത്തില് ആരോപിച്ചതിൽ കാണുന്നത്, നമുക്ക് തോന്നുന്നത് സ്ഫടികം ചുവപ്പായ പോലെ, അതുപോലെ ശരീരധർമ്മങ്ങളെ ആത്മധർമ്മമായി തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ശരീരത്തെ നമ്മൾ ആത്മാ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ ശരീരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോ ഈശ്വര ലക്ഷണം മായാ ഉപാധി സൻ ആത്മാ ഈശ്വര ഇതി ഉച്ചത്. അപ്പൊ ജീവന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. സ്ഥൂല സൂക്ഷ്മ കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ ഉപാധിയായിട്ടെടുത്ത് ആ ഉപാധിയുടെ ധർമ്മത്തെ ആത്മാവിൽ കാണുമ്പോൾ ജീവൻ. ഇനി ഈശ്വരൻ എങ്ങനെയാ? മായാ ഉപാധി സൻ ആ ഈശ്വര ഇതി ഉച്ചത്. ബ്രഹ്മത്തോട് അല്ലെങ്കിൽ ആത്മാവിനോട് മായ എന്ന ഉപാധി ചേരുമ്പോൾ ആത്മാ ഈശ്വരൻ എന്ന് പറയപ്പെടും. മായയാണ് അവിടെ ഉപാധി. ആ മായയെ നമ്മൾ ഉപാധിയായിട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈശ്വരൻ, വേറൊരു രൂപമെല്ലാം കൽപ്പിച്ച് ഈശ്വരനായിട്ട് നമ്മൾ നോക്കുന്നു. അതും ആത്മാ അഥവാ ബ്രഹ്മം തന്നെ. അപ്പൊ ജീവനും ഈശ്വരനും ബ്രഹ്മം തന്നെയാണ്. പക്ഷേ ഉപാധിവശാൽ രണ്ടും രണ്ടായി വേറെ വേറെയായി നമുക്ക് തോന്നുന്നു. മായയുമുണ്ട്, ബ്രഹ്മവുമുണ്ട്. ഏത് ഈശ്വരൻ? മായ ജഡം, ബ്രഹ്മം ചേതനം. അപ്പൊ മായയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം ഈശ്വരൻ. അതാണ് ഈശ്വരൻ. ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? മായ ജഡമാണ്, ബ്രഹ്മം ചേതനമാണ്. മായയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം ഈശ്വരൻ. അതേപോലെ ശരീരത്തിലേക്ക് വരുമ്പോഴോ, ശരീരമുണ്ട്, ആത്മാവുമുണ്ട്. ശരീരം ജഡമാണ്, ആത്മാ ചേതനമാണ്. ശരീരത്തിൽ ആത്മാ പ്രതിബിംബമായി ചൈതന്യം പ്രതിബിംബിക്കുമ്പോൾ അത് ജീവൻ എന്ന് പറയപ്പെടുന്നു. രണ്ടും പ്രതിബിംബം തന്നെയാണ്. ഈശ്വരനും പ്രതിബിംബം തന്നെയാണ്, ജീവനും പ്രതിബിംബം തന്നെയാണ്. ഒരേ തത്വമാണ് ബ്രഹ്മം. ഒരേ ഒരു തത്വം, ബ്രഹ്മം എന്നൊരു തത്വമേ ഉള്ളൂ. മായയിൽ കൂടി വരുമ്പോൾ ഈശ്വരനാണെന്നും, ശരീരം എന്ന ഉപാധിയിൽ കൂടി വരുമ്പോൾ ജീവനായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോ അജ്ഞാനമാണ് ഇതിനെല്ലാം ബേസ് ആയിട്ടുള്ളത്. ആ ജ്ഞാനം വന്നാൽ, ഇതെന്താണെന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനം വന്ന് ആ ജ്ഞാനദൃഷ്ടിയിൽ കൂടി നോക്കിയാൽ നമുക്കെല്ലാം ഈ ഭേദമൊന്നുമില്ല എന്ന് മനസ്സിലാവും. ഇനി പറയുന്നു, ഏവം ഉപാധിഭേദാത് ജീവേശ്വര ഭേദദൃഷ്ടി യാവത് പര്യന്തം തിഷ്ടതി താവത് പര്യന്തം ജന്മ മരണാദി രൂപ സംസാരോ ന നിവർത്തത്തെ. ഏവം ഉപാധിഭേദാത് ജീവേശ്വര ഭേദദൃഷ്ടി യാവത് പര്യന്തം തിഷ്ടതി താവത് പര്യന്തം
ജന്മ മരണാദി രൂപ സംസാരോ ന നിവർത്തത. എന്താണത്? ഇപ്പൊ നമുക്ക് ഈശ്വരനും ജീവനും രണ്ടായിട്ടാണ് ഇപ്പൊ നമുക്ക് ഇരിക്കുന്നത്. ജീവനും ഈശ്വരനും രണ്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ രണ്ടാണ്, ഈശ്വരൻ വേറെ ഞാൻ വേറെ. കാരണം ഉപാധി രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. രണ്ട് ഉപാധിയാണ്, ഒന്ന് മായ എന്ന ഉപാധിയും ഒന്ന് ശരീരം എന്ന ഉപാധി. അപ്പൊ അതിലുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോ വ്യഷ്ടി ഉപാധിയില് ജീവൻ, അതായത് ഇൻഡിവിജ്വലിലേക്ക് നമ്മൾ ചുരുങ്ങി വരുമ്പോൾ വ്യഷ്ടി ഉപാധിയിൽ ജീവൻ, സമഷ്ടി മൊത്തം മായ കൊണ്ട് മറച്ചിരിക്കുമ്പോൾ സമഷ്ടി ഉപാധിയില് ഈശ്വരൻ. അപ്പൊ ഉപാധിയിൽ മാറ്റം വന്നതിനാൽ നമുക്ക് രണ്ടായിട്ട് തോന്നുന്നു. ഒരേ ഉപാധിയാണെങ്കിൽ രണ്ടായിട്ട് തോന്നില്ല. അപ്പൊ ഒന്നായിട്ട് തോന്നുമ്പോൾ അജ്ഞാനമാണെങ്കിലും, പക്ഷെ ഇവിടെ രണ്ട് ഉപാധി വന്നപ്പോ രണ്ടായിട്ട് തോന്നുന്നു. ഈ വേറെ വേറെയായി തോന്നുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഇങ്ങനെ വേറെ വേറെ എന്ന് തോന്നുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഒരു കാര്യം. എന്താണ്? അതാണ് സംസാരം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതാണ് സംസാരം. രണ്ട് ഉപാധിയായിട്ട് ഉള്ളിടത്തോളം കാലം നമ്മുടെ ഉള്ളില് സംസാരം നിലനിൽക്കും. സംസാര നിവൃത്തി ഉണ്ടാവുകയില്ല. ഏവം ഉപാധിഭേദാ, അതാണ് ഇവിടെ പറയുന്നത്. ഏവം ഉപാധിഭേദാ, ഇങ്ങനെ ഉപാധികളിൽ ഭേദമുള്ളതിനാൽ ജീവേശ്വര ഭേദദൃഷ്ടി, ഈശ്വരനും ജീവനും വേറെ വേറെ എന്ന തോന്നൽ യാവത് പര്യന്തം തിഷ്ഠതി, അങ്ങനെയുള്ള തോന്നൽ എത്ര കാലം നമ്മളിൽ ഇരിക്കുന്നുവോ താവത് പര്യന്തം, അത്രയും കാലം ജന്മമരണാദി രൂപ സംസാരോ ന നിവർത്തതേ. ആ ഭേദദൃഷ്ടി ഉള്ളിടത്തോളം കാലം, യാവത് പര്യന്തം, എത്ര കാലം ആ ഭേദദൃഷ്ടി ഉണ്ടോ അത്രയും കാലം ജന്മമരണാദി രൂപ, മരണരൂപമായ, ജനന മരണരൂപമായ എന്താണ്? സംസാരം. ജനന മരണരൂപമായ സംസാര ന നിവർത്തതേ, സംസാരം നശിക്കുകയില്ല, സംസാരം മാറില്ല. നമ്മളിൽ എപ്പോഴും സംസാരം ഉണ്ടായിരിക്കും. അപ്പോ വലിയൊരു ചോദ്യം വരുന്നു, അതിനാൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം. അങ്ങനെ നിൽക്കും. അപ്പൊ ഇനി എന്ത് ചെയ്യണം? അതാണ് നമുക്ക് ഇനി പഠിക്കേണ്ട കാര്യം. എന്ത് ചെയ്യണം? അപ്പൊ പറയുന്നു, തസ്മാത് കാരണാത് ന നീവേശ്വരയോഹോ ഭേദബുദ്ധി സ്വീകാര്യ എന്നാണ്. അപ്പൊ അതിനെ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. തസ്മാത് കാരണാത് ജീവേശ്വരയോഹോ ഭേദബുദ്ധി ന സ്വീകാര്യ. എന്താണ് പറയുന്നത്? തസ്മാത് കാരണാത്, ഈ കാരണം കൊണ്ട്. എന്താ കാരണം? നേരത്തെ പറഞ്ഞ ഭേദദൃഷ്ടി ഉണ്ട് എന്നുള്ള കാരണത്താൽ ജീവേശ്വരയോഹോ, ജീവന്റെയും ഈശ്വരന്റെയും ഭേദബുദ്ധി, ആരെ വേറെ വേറെയാണെന്നുള്ള ഭേദബുദ്ധി ന സ്വീകാര്യ, സ്വീകരിക്കരുത്. രണ്ട് ഉപാധികൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാരണമായതിനാൽ ഈ ഭേദബുദ്ധിയെ സ്വീകരിക്കരുത് എന്ന് ശാസ്ത്രം പറയുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഉപാധിവശാൽ ഭേദബുദ്ധി നിശ്ചയമായും ഇവിടെ ഉണ്ടായിരിക്കും. ഭേദബുദ്ധിയാണ്, ഭേദമല്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഭേദമില്ല, പക്ഷെ ഭേദബുദ്ധിയാണ്. നമുക്ക് തോന്നുന്നതാണ് ഭേദമുണ്ട്. ആക്ച്വലി ഭേദമില്ല, ഭേദമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു. അപ്പോ ഉപാധിവശാൽ ഭേദബുദ്ധി നിശ്ചയമായും നമുക്ക് തോന്നിക്കും. പക്ഷേ അറിവ് കൊണ്ട് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാതിരിക്കണം. അതാണ് ശാസ്ത്ര ഉപദേശം. അറിവ് കൊണ്ട് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഗുരുനാഥന്മാര് പറഞ്ഞു തരുന്നു. ശങ്കരാചാര്യസ്വാമികൾ തത്വബോധം എന്ന ഈ ഗ്രന്ഥത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നു, ഈശ്വരനും ജീവനും ഒന്ന്, രണ്ടില്ല. നമ്മളിപ്പോ രണ്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോയത്. ഇനിയും ഇത് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പതുക്കെ ഉള്ളില് ഇത് വിചാരം ചെയ്ത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറാൻ പറ്റില്ല. നാളെ രാവിലെ നേരം വിളക്കുമ്പോ ഇനി ഈശ്വരനും ഞാനും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർ പറയും എന്തോ മാനസിക പ്രശ്നമാണെന്ന് പറയും. അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മളിത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഉള്ളിൽ മനസ്സിലാക്കുക, അറിവിൽ കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ ഇതിനെ ആ രീതിയിൽ കാണുക. പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളില് ഇത് അറിയണം. പുറത്ത് പറഞ്ഞുകൊണ്ട് നടന്നാൽ വട്ടാണെന്ന് പറയും.
എന്നുവെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ജനമൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കും പറ്റില്ല. നമ്മൾ പറഞ്ഞു തന്നാലും ഒരു സെക്കൻഡിലും നമ്മുടെ മനസ്സങ്ങോട്ട് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല. ഇതൊക്കെ മനസ്സിലാക്കി കുറെ കാലം കൊണ്ട് മാത്രമേ നമുക്കിതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അറിവ് കൊണ്ട് മനസ്സിലാക്കി ഈ ഭേദദൃഷ്ടിയെ സ്വീകരിക്കാതിരിക്കണം. സ്വീകരിച്ചാലോ അന്നേരം നമ്മൾ സംസാരത്തിൽ തന്നെ ഇരിക്കും, ജനന മരണ ചക്രത്തിൽ തന്നെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. അമൃതത്വം കിട്ടില്ല. ജനന മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വീണ്ടും വരും, വീണ്ടും പോകും, വീണ്ടും വരും, വീണ്ടും പോകും. എത്രയോ ശരീരങ്ങൾ സ്വീകരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ലക്ഷക്കണക്കിന് ശരീരം നമ്മൾ സ്വീകരിച്ച ശേഷമാണ് മനുഷ്യ ശരീരത്തിൽ വന്നിരിക്കുന്നത്. ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണോ ജ്ഞാനം ഉദിക്കുന്നത് അപ്പോൾ മാത്രമേ അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ. അതിനാണ് നമ്മൾ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇതിന്റെ പേര് ഉപദേശം എന്നാണ്. ഇപ്പൊ ഇതൊക്കെ ഒരു ഗുരു ഉപദേശമായിട്ട് തന്നതാണ്. ഇതാണ് യഥാർത്ഥ സ്ഥിതി എന്ന് മനസ്സിലാക്കൂ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഗുരു രൂപത്തിൽ വന്ന്, സാക്ഷാൽ സദാശിവൻ ഗുരു രൂപത്തിൽ വന്ന് നമുക്ക് ഉപദേശം തന്നു. അപ്പോ അഭേദബുദ്ധി ഉണ്ടാവണം, ഭേദബുദ്ധി ഉണ്ടാകരുത് എന്ന് മഹാവാക്യ ഉപദേശങ്ങൾ. തത്വമസി, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചല്ലോ. നേരത്തെ നമ്മൾ 4 തത്വ മഹാവാക്യങ്ങൾ നമ്മൾ 4 വിശദമായിട്ട് പഠിച്ചതാണ്. അതിനകത്തൊക്കെ പറയുന്നത് ഉപദേശമാണ്. മഹാവാക്യത്തിലെ ഉപദേശമാണ് പറയുന്നത്. ജീവ ഈശ്വര ഐക്യത്തെയാണ് മഹാവാക്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രമാത്രം അതിനുവേണ്ടി ബുദ്ധിമുട്ടണമെന്ന് ആലോചിച്ച് നോക്കൂ. 4 മഹാവാക്യങ്ങൾ പറഞ്ഞ് അതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആണ് ഇത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭേദബുദ്ധി പോകാൻ വേണ്ടിയിട്ട്. ഈ ആത്മതത്വ വിചാരത്തിന് നമ്മളിങ്ങനെ ഇപ്പൊ കേട്ട് ഗുരുവിൽ നിന്ന് കേൾക്കുന്നതിനൊക്കെ നമ്മൾ ശ്രവണം എന്ന് പറയും. ഗുരുവിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേട്ടതിന് ശ്രവണം. ആത്മാ എന്ത്, അനാത്മാ എന്ത് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ, അത് ഉപദേശം. അതാണ് ശ്രവണത്തിൽ കൂടി നമുക്ക് മനസ്സിലായത്. അപ്പൊ ജ്ഞാനയോഗം ശീലിക്കാനായിട്ട് ഈ പറഞ്ഞ ആത്മാ അനാത്മ വിചാരം, യമനിയമാദികളുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറഞ്ഞു തന്നു. ഇതൊക്കെ നമ്മൾ ശ്രവിച്ചു, ശ്രവണമായിട്ട് നമ്മളിലേക്ക് വന്നു. അപ്പൊ തത്വവിചാരത്തെയും നമ്മൾ ശ്രവണം ചെയ്തു. ആത്മജ്ഞാനത്തിനുള്ള തത്വവിചാരമാണ് ശ്രവണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മജ്ഞാനത്തിനുള്ള തത്വവിചാരം ശ്രവണം. ശ്രവണത്തിലൂടെ ജ്ഞാനം ലഭിക്കും. പക്ഷേ ആത്മജ്ഞാന സമ്പാദനം എന്ന സാധന ശ്രവണം കൊണ്ട് മാത്രം മതിയാവില്ല. ശ്രവണം കൊണ്ട് ജ്ഞാനം ലഭിക്കും. പക്ഷേ ആത്മജ്ഞാന സമ്പാദനം എന്ന സാധന ശ്രവണം കൊണ്ട് മാത്രം മതിയാവില്ല. എങ്ങനെയാണ്? ഇപ്പൊ ചുരുക്കം ചിലരൊക്കെ ജസ്റ്റ് ഒരു ശ്രവണം കൊണ്ട് മാത്രം അവര് പെട്ടെന്ന് ആ ആത്മജ്ഞാനത്തിലേക്ക് ചെല്ലും. അതൊക്കെ എത്രയോ ജന്മങ്ങൾ ചെയ്ത സാധന കൊണ്ടായിരിക്കും. എന്തെങ്കിലും ചെറിയ ഒരു കാരണം കൊണ്ട് വീണ്ടും ഭൂമിയിൽ വന്ന് മനുഷ്യജന്മം കിട്ടിയതായിരിക്കും. അവർക്ക് ചെറിയൊരു തീപ്പൊരി മതി, അവര് പെട്ടെന്ന് തന്നെ ആ സാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കും. സാധാരണ ആൾക്കാർക്കൊക്കെ ശ്രവണം കഴിഞ്ഞാൽ മനനം നിർബന്ധമാണ്. മനനം നിർബന്ധമാണ്. അതായത് ജ്ഞാനയോഗം 3 സാധനങ്ങളുടെ ചേർച്ചയാണ് ശരിക്കും പറയാം. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ 3 സാധനങ്ങൾ ചേർന്നാലേ ജ്ഞാനയോഗം ആവുകയുള്ളൂ. ശ്രവണം നടന്നു കഴിയുമ്പോൾ നമുക്ക് ചില സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ശ്രവണം നടന്നു കഴിഞ്ഞാലേ അതുണ്ടാവുള്ളൂ. അങ്ങനെ ആ സംശയങ്ങൾ ഉണ്ടാകും. ചിന്തിച്ചു തുടങ്ങുമ്പോൾ സംശയങ്ങൾ വരും. ഈ സംശയ നിവാരണത്തിന് വേണ്ടി ചെയ്യുന്ന സാധനയാണ് മനനം. കേട്ടതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുക, കുറച്ചുകൂടെ അതിനു വേണ്ടിയുള്ള ബുക്കുകളിലും വായിക്കുക, അല്ലെങ്കിൽ ഇരുന്ന് ആലോചിച്ച് ഒരു നിശ്ചയാത്മക ബുദ്ധിയോടുകൂടി ഒരു നിശ്ചയത്തിലേക്ക് വന്നു ചേരുക. അങ്ങനെ മനനം സംഭവിക്കും. അപ്പോ സബ്ജക്ട് മാറ്റർ അറിയാനാണ്, സബ്ജക്ട് മാറ്റർ എന്താണ് അതറിയാനാണ് ശ്രവണം. അജ്ഞാന നിവൃത്തി ഫലകം ശ്രവണം. അജ്ഞാന നിവൃത്തി ഉണ്ടാകാനായിട്ട് ശ്രവണം വേണം. അതിനാണ് അജ്ഞാന നിവൃത്തി ഫലകം എന്ന് പറയും ശ്രവണത്തിന്. പൊതുവെ അജ്ഞാനത്തിന്റെ കൂടെ എന്തുണ്ടാവും? സംശയങ്ങളും ഉണ്ടാവും. പൊതുവെ അജ്ഞാനത്തിന്റെ കൂടെ സംശയവും ഉണ്ടാവും. അപ്പോ മനനം വേണം, നിർബന്ധം. മനനമില്ലാതെ ആ സംശയങ്ങൾ മാറില്ല. അപ്പൊ ശ്രവണവും മനനവും ഒരുതരം അനാലിസിസ് ആണ്. അതിനെ ഇങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കലാണ്. ശ്രവണവും ശരിയാണ്,
മനനവും ശരിയാണ്. അങ്ങനെ കേട്ടതിനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് പലതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ അനുഭവങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ഇങ്ങനെ പല 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 ദിശയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോ അജ്ഞാനം നീക്കാൻ ശ്രവണം, സംശയം നീക്കാൻ മനനം. അങ്ങനെ മനസ്സിലാക്കുക. അജ്ഞാനം നീക്കാൻ ശ്രവണം, ശാസ്ത്ര ശ്രവണത്തിൽ കൂടെ അജ്ഞാനം നീങ്ങുള്ളൂ. പിന്നെയോ സംശയങ്ങൾ ഉണ്ടാവും, അതിനെ തീർക്കാൻ മനനം. ഇപ്പോ അതിനൊരു ഉദാഹരണം പറയും. ഇപ്പോ ട്രെയിനിന്റെ ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോ ഒരാളോട് നമ്മൾ ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ട്രെയിൻ ഉണ്ടോ, എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, രാവിലെ 8:45 ഒരു ട്രെയിൻ ഉണ്ട്, 9:45 ട്രെയിൻ ഉണ്ട്, 10:45 ട്രെയിൻ ഉണ്ട്, 3 ട്രെയിൻ ഉണ്ട്. അപ്പോ ആദ്യത്തെ ശ്രവണമായി. പിന്നെ അതിനകത്ത് നമ്മൾ തീരുമാനിച്ചു 8:45. അപ്പോ 8:45 തന്നെയാണോ ആ ട്രെയിൻ, ഇന്ന ട്രെയിനിന്റെ പേരും പറഞ്ഞിട്ട് അത് ഇന്ന സമയത്ത് തന്നെയാണോ എന്ന് വീണ്ടും അയാളോട് ചോദിക്കും. ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലാക്കി, 3 ട്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായി, 8:45 അപ്പൊ നമുക്ക് അറിയാൻ ഏതാണ്ട് ഉറപ്പായി. അപ്പൊ 8:45 ട്രെയിൻ തന്നെയാണോ എന്ന് ഒന്നുകൂടെ അത് കൺഫേം ചെയ്യണം. അപ്പൊ വീണ്ടും ചോദിക്കും, 8:45 തന്നെയാണോ, 8:50 55 എങ്ങനെയാണ്? അപ്പൊ പറയുമില്ല, അത് കറക്റ്റ് ആണ്, 8:45 ഇന്ന ട്രെയിൻ ആണ്. ഒന്നുകൂടെ പറയുമ്പോൾ നമുക്ക് ഉറപ്പായി, നമ്മൾ അതിനെ കൺഫേം ചെയ്യും. അതാണ് മനനം കൊണ്ട്. അങ്ങനെയാണ് മനനം. രണ്ടാമത്തെ കേസാണ് മനനം. ആദ്യത്തേത് ഏതെല്ലാം ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ കിട്ടുന്നൊരു അറിവ്, 3 ട്രെയിൻ ഉണ്ടെന്ന് കിട്ടുന്ന അറിവ്, അത് ശ്രവണം. അതിൽ നിന്ന് ഒന്നിനെ നമ്മൾ കൂടുതൽ വിശദമായി നോക്കി മനസ്സിലാക്കി പഠിച്ച് ഇന്നതെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് മനനം. അപ്പോ ശ്രവണം ഇത്രയും മനസ്സിലാക്കിയപ്പോ നമുക്കിപ്പോ തീർന്നു. നമ്മൾ ശ്രവണത്തിന്റെ അവസാനത്തിലെത്തി. ശ്രവണമൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ ആയി. ഇപ്പോ ഗ്രന്ഥത്തിലെ ബോധം എന്ന ഗ്രന്ഥത്തിൽ കൂടി ശ്രവണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധമായി. ഇനി അതില് മനനം എന്ന ഭാഗത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുകയാണ്. മനനം എന്ന ഭാഗത്തിലേക്ക് അതെങ്ങനെയാണ് എന്ന് നമുക്കിപ്പോ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്നു. നനു നനു സാഹങ്കാരസ്യ കിഞ്ചിജ്ഞസ്യ ജീവസ്യ നിരഹങ്കാരസ്യ സർവജ്ഞസ്യ ഈശ്വരസ്യ തത്വമസി ഇതി മഹാവാക്യാത് കഥം ഭേദബുദ്ധിഃ സ്യാദുഭയോഃ വിരുദ്ധധർമാക്രാന്തത്വാത്. ആദ്യത്തെ ഒരു ഭാഗമാണ് നനു സാഹങ്കാരസ്യ കിഞ്ചിജ്ഞസ്യ ജീവസ്യ നിരഹങ്കാരസ്യ സർവജ്ഞസ്യ ഈശ്വരസ്യ തത്വമസി ഇതി മഹാവാക്യാത് കഥമഭേദബുദ്ധി സ്യാദുഭയോഃ വിരുദ്ധധർമാക്രാന്തത്വാത് ഇതി ചേന്ന സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി ഇതി ചേന്ന സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി ത്വംപദവാച്യാർത്ഥഃ ഉപാധി വിനിർമുക്തം സമാധിദശ സമ്പന്നം ശുദ്ധം ചൈതന്യം ത്വം പദലക്ഷ്യാർത്ഥഃ. ഇത്തിരി വലിയ ഒരു പാരഗ്രാഫാണ്, വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് വായിക്കാം. ഉപാധി വിനിർമുക്തം സമാധിദശ സമ്പന്നം ശുദ്ധം ചൈതന്യം ത്വം പദലക്ഷ്യാർത്ഥഃ. ഇത്രയുമാണ് അവിടെ മനനത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. എന്താണ് നനു എന്ന് തുടങ്ങുമ്പോ തന്നെ അവിടെ ഒരു സംശയത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് സംസ്കൃതത്തിൽ നനു. പ്രത്യേകിച്ച് അതിന് അർത്ഥമൊന്നുമില്ല നനു എന്നുള്ളതിന്, എങ്കിലും ആ പ്രയോഗം സംശയത്തെ കാണിക്കുന്നതാണ്. അതാണ് ഇവിടെ തുടങ്ങുന്നത്. നനു എന്ന് പറഞ്ഞു തുടങ്ങും. ഈശ്വരന്റെ തന്മയെ നമ്മൾ വർണ്ണിച്ചു കേട്ടു, ഇല്ലേ? ഈശ്വരന്റെ തന്മയെ ശരിയായിട്ട് നമ്മൾ വർണ്ണിച്ചു കേട്ടു. നമ്മളെക്കുറിച്ച് നമുക്ക് അറിയാം, പിന്നെ നമ്മളെക്കുറിച്ച് വർണ്ണിക്കുന്നത് നമ്മൾ കേട്ടു. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് എന്ന് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? പിന്നെയും സംശയമാണ് ബാക്കി. ഈശ്വരനെ കുറിച്ച് കേട്ടു, നമ്മളെക്കുറിച്ച് നമുക്ക് അറിയാം, സ്വയം ഒരു അറിവുണ്ട് നമ്മളെക്കുറിച്ച് നമ്മുടെ കയ്യില്. പിന്നെ ഇപ്പൊ ശാസ്ത്രവും ചിലതൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയില് ഈശ്വരനും ഞാനും ഒന്ന് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുക? എങ്ങനെയാണ് ഈ സംശയം ഒന്ന് മാറുക? പിന്നെയും സംശയം തന്നെയാ ബാക്കി. അതാണ് ഇവിടെ പറയുന്നത്.
എന്താ പറയുന്നേ? സാഹങ്കാരസ്യ, അഹങ്കാരത്തോടു കൂടിയുള്ള, അതായത് ജീവനെയാണ് ജീവനാണല്ലോ അഹങ്കാരമുള്ളത്. ജീവനെ അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള ജീവന്റെ കിഞ്ചിജ്ഞസ്യ എന്ന് പറഞ്ഞാൽ സ്വല്പമായ അറിവ്, അല്പ അറിവോട് കൂടിയാണ് അല്ലെ ജീവന്മാർ. നമ്മളൊക്കെ അല്പ അറിവാണ്, അല്പജ്ഞന്മാരാണ്. അല്പ അറിവോടുകൂടിയ ജീവസ്യ, ജീവന്റെ അല്ലെങ്കിൽ ജീവനും നിരഹങ്കാരസ്യ നിരഹങ്കാരസ്യ സർവജ്ഞസ്യ, അഹങ്കാരം ഞാനെന്ന അഭിമാനമില്ലാത്ത സർവജ്ഞസ്യ, എല്ലാം അറിയുന്ന ഈശ്വരസ്യ, ഈശ്വരന്റെ. രണ്ടാണ് ഇവിടെ, അല്പജ്ഞൻ സർവജ്ഞൻ. അല്പജ്ഞൻ ആരാണ്? ജീവൻ. സർവജ്ഞൻ ആരാണ്? ഈശ്വരൻ. അപ്പോ അങ്ങനെയുള്ള ആ ജീവന്റെയും ഈശ്വരന്റെയും തത്വമസി ഇതി മഹാവാക്യാൻ. തത്വമസി എന്ന് പറഞ്ഞാൽ അറിയാലോ, തത് ഈശ്വരൻ, ത്വം അസി നീ തന്നെയാണ്, അത് നീ തന്നെയാണ്, ബ്രഹ്മം നീ തന്നെയാണ്, ഈശ്വരൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് നീയാണ്, അത് നീയായിരിക്കും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ അത് തന്നെ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് ഗുരുവിന്റെ നേരിട്ടുള്ള ഉപദേശമാണ്. എന്താണ് ഗുരു ഉപദേശിക്കുന്നത്? മഹാവാക്യം പഠിച്ചു, തത്വമസി നീ അത് തന്നെ എന്ന് ഗുരുവാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് പറയും? മനസ്സിലായ വിശേഷം എന്ന് പറയും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. അപ്പോ ഈ ഗുരുവിന്റെ നേരിട്ടുള്ള ഉപദേശം, തത്വമസി എന്നുള്ള ഉപദേശം, കഥം അഭേദബുദ്ധി സ്യാത്, കഥം അഭേദബുദ്ധി സ്യാത്, എങ്ങനെ അഭേദബുദ്ധി തരും? ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ അഭേദബുദ്ധി വരുമോ? ഭേദബുദ്ധിയല്ലേ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്, അത് മാറി പെട്ടെന്ന് അഭേദബുദ്ധി ഉണ്ടാവുമോ? എന്താ കാരണം? അല്പജ്ഞനായ നമ്മളും സർവജ്ഞനായ ഈശ്വരനും ഒന്നാണ് എന്ന് വെറുതെ ശാസ്ത്രം തത്വമസി അത് നീ തന്നെ എന്നൊരു ഗുരു പറഞ്ഞാൽ ഈ അഭേദബുദ്ധി പെട്ടെന്ന് വരുമോ? ഭേദബുദ്ധിയിലാണ് ഇരിക്കുന്നത്. അഭേദബുദ്ധി കഥം സ്യാൻ, പെട്ടെന്ന് എങ്ങനെ വരും? വെറും മഹാവാക്യം കൊണ്ട് എങ്ങനെ ഐക്യം വരും എന്നാണ് ചോദ്യം. അത്രേ ഉള്ളൂ. വെറും മഹാവാക്യം കൊണ്ട് ഗുരു പറയാണ് തത്വമസി, അതുകൊണ്ട് മാത്രം എങ്ങനെ മാറുന്നേ? നമ്മുടെ ഉള്ളില് നമ്മൾ അല്പജ്ഞനും ഈശ്വരൻ സർവജ്ഞനുമാണ്, ഇത് രണ്ടൊന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ പറ്റുമോ? ഇല്ല. ഈ സംശയം തന്നെയാണ് ഇവിടെ തത്വബോധത്തിൽ കൂടി ശങ്കരാചാര്യരെ ക്ലിയർ ആക്കാൻ പോകുന്നത്. ഇത് മാറ്റിത്തരാൻ പോവാണ് ഇപ്പോ. അപ്പൊ അവിടെ തന്നെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ ഇതൊക്കെ എല്ലാവരും പണ്ടേ ഇതൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പോഴും ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ വിചാരിക്കും നമ്മൾ വലിയ ബുദ്ധിപരമായിട്ട് ചോദിക്കാൻ പോവാന്ന്. പണ്ടുള്ളവര് നമ്മളെ ചോദിക്കും, നമ്മുടെ എത്രയോ തലമുറ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചും അതിന് മറുപടിയും കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം വ്യക്തമായിട്ടും വിശദമായിട്ടും പഠിക്കുക, അതാണ് ചെയ്യുന്നത്. അതിബുദ്ധി വെച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്നൊക്കെ പലരും ഉണ്ട്. ചില ആത്മീയ യാത്രയില് തുടക്കത്തില് അങ്ങനെ പോകുന്നവര് വലിയ കണ്ടുപിടുത്തങ്ങൾ പോലെ ഓരോ ചോദ്യങ്ങളായിട്ട് വരും. അത് വായനക്കുറവുണ്ടാകും. കുറെ ഗ്രന്ഥങ്ങൾ വായിക്കഴിഞ്ഞിട്ട് കുറെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാത്തതിന്റെ കുഴപ്പമാണ് ഞാൻ സ്വയം ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു വിചാരം. നല്ലത് തന്നെ, അത് മനനത്തിന്റെ ഭാഗമാണ്. പക്ഷെ ചോദ്യമാകാം, ഉത്തരത്തിന്റെ മുൻവിധി ഉള്ളിൽ ഉണ്ടാകരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ഉത്തരം മുൻവിധിയായിട്ട് ഉള്ളിൽ ഉണ്ടാകരുത്. ചോദ്യം ഉണ്ടാകാം നമ്മുടെ സംശയങ്ങൾ മാറ്റാനായിട്ട്. അപ്പോൾ ശ്രദ്ധാപൂർവം ഗുരുവിനെ ശ്രവിച്ചിരുന്നാൽ ആ ചോദ്യത്തിന് നല്ല മറുപടി കിട്ടും. അതുപോലെ ഇവിടെ ഉഭയോഹോ വിരുദ്ധധർമ്മ ആക്രാന്തത്വ. എന്തുകൊണ്ടാണ് തത്വമസി എന്നുള്ള ഒരു വാക്കുകൊണ്ട് മാത്രം ഈ അഭേദ ബുദ്ധി വരില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉഭയോഹോ രണ്ടിന്റെയും വിരുദ്ധധർമ്മ ആക്രാന്തത്വ, രണ്ടിന്റെയും വേറെ വേറെ ധർമ്മങ്ങളുടെ ചേർച്ചയാൽ, രണ്ടും വേറെ വേറെ ധർമ്മങ്ങളുമായി ഇരിക്കുന്നതിനാൽ, ഇതി ചേത് ഇങ്ങനെ നീ ചോദിച്ചാൽ, ന അല്ല, അങ്ങനെ അല്ല എന്ന് പറയുകയാണ് ശങ്കരാചാര്യ സ്വാമികൾ. അതായത് അഭേദബുദ്ധി വരും എന്ന്. ഇപ്പൊ എന്താ പറഞ്ഞ ഇവിടെ? നീ വിചാരിക്കുകയാണ്, ശങ്കരാചാര്യ ഇതാ പറയുന്നത്, അല്പജ്ഞനും സർവജ്ഞനും ഒന്ന് തന്നെ എന്ന് നമ്മൾ വിചാരിക്കുന്നത് രണ്ടിന്റെയും വിരുദ്ധ ധർമ്മങ്ങൾ കൊണ്ട് വേറെ വേറെ തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. നമ്മളെന്താ പറയുന്നത്? രണ്ടും വിരുദ്ധ ധർമ്മമാണ്.
അല്പജ്ഞനും സർവജ്ഞനുമാണ്, വിരുദ്ധ ധർമ്മങ്ങളും കൂടെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഐക്യം വരിക എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയും. എങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അഭേദബുദ്ധി വരും, സംശയിക്കേണ്ട എന്നാ പറയുന്നത്. ഭേദബുദ്ധി മാറും, അഭേദബുദ്ധി വരും. എന്നവിടെ പറയുമ്പോ അഭേദബുദ്ധി വരും. വീണ്ടും വീണ്ടും വിചാരം ചെയ്യണം, അപ്പോൾ അഭേദബുദ്ധി വരും. മനനം എന്ന ടോപ്പിക്കില് വീണ്ടും ഉപദേശമായിട്ട് തന്നെയാണ് വരുന്നത്. മനനം എന്ന ടോപ്പിക്കിൽ വീണ്ടും ഉപദേശമായിട്ട് വരുന്നു. തത്വം അസി, ഈശ്വരനും നീയും ഒന്ന്. ഇത് കേൾക്കുമ്പോൾ ജ്ഞാനം വരുന്നില്ല. ജസ്റ്റ് കേൾക്കുമ്പോൾ ജ്ഞാനം വരുമോ? വരില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ എന്ന ഒരു അറിവ്, നമ്മുടെ ഉള്ളില് ജന്മജന്മാന്തരങ്ങളായിട്ട് ഈശ്വരൻ എന്നൊരു ശക്തിയുടെ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ കിടക്കുവാണ്. അത് എല്ലാം അറിയുന്ന സർവജ്ഞനാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിത്തരുന്ന ഒരു ശക്തി വിശേഷമാണ്. എല്ലാം അറിയുന്നതാണ്. മനസ്സിൽ എന്ത് ചിന്തിച്ചാൽ അതുപോലും അറിയുന്നതാണ് ഭഗവാൻ. സർവനിയന്താതാവാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആളാണ്. എല്ലാത്തിൻ്റെയും ആധാരമാണ്. ഇങ്ങനെ ഒരു ഈശ്വര തത്വമാണ് നമ്മുടെ ഉള്ളില് ജന്മജന്മാന്തരങ്ങളായിട്ട് ഉള്ളത്. ശ്രദ്ധിച്ചിരിക്കണം, ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം. ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര സങ്കല്പം, ഈശ്വരൻ സർവജ്ഞൻ, സർവതും അറിയുന്നവർ, സർവത്തിനും ആധാരം, സർവ നിയന്താവ്. ജീവൻ എന്നതിനെയോ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പം? ജീവൻ എന്നാൽ അല്പജ്ഞൻ, സംസാരി. നമുക്ക് അല്പജ്ഞനാണ്, നമുക്ക് അല്പം അറിവേ ഉള്ളൂ. നമുക്ക് കാണുന്ന ചെറിയ ചെറിയ അറിവുകളെ നമ്മുടെ ഉള്ളിലുള്ളൂ. നമ്മുടെ ഉള്ളിൽ തന്നെ പല ആൾക്കാരും പല അറിവുള്ളവരുമായിട്ട് നമ്മൾ കാണുന്നു. ചിലർ അറിവ് കൂടിയവര്, ചിലർ ഒട്ടും അറിവില്ലാത്ത, ചിലർ മന്ദബുദ്ധികൾ, ഇങ്ങനെ പലതും നമ്മൾ കാണുന്നു. അപ്പോ ജീവനെ നോക്കിക്കഴിഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാം. ജീവനിൽ വൈവിധ്യങ്ങളാണ് മുഴുവൻ. ഈശ്വരനിൽ നമ്മൾ വൈവിധ്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ? പരമേശ്വരന്റെ ഒരു ശക്തി, വിഷ്ണുവിന്റെ ഒരു ശക്തി, ബ്രഹ്മാവിന്റെ ഒരു ശക്തി, ദേവിയുടെ ഒരു ശക്തി, ലക്ഷ്മിയുടെ ഒരു ശക്തി, വിഷ്ണുവിന്റെ ഒരു ശക്തി. നമ്മളിങ്ങനെ പല 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 വൈവിധ്യങ്ങൾ അവിടെയും പറയുന്നുണ്ട്. മനുഷ്യരിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന വൈവിധ്യങ്ങളെല്ലാം. ഈശ്വരന്റെ കാര്യത്തിലെ വൈവിധ്യം നമ്മൾ പറയാറുണ്ട്. ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന കാര്യം നടക്കും, അവിടുത്തെ മൂർത്തിക്ക് ഇത്ര ശക്തി കൂടുതലാണ്, ഇവിടുത്തെ മൂർത്തി ഉഗ്രമൂർത്തിയാണ്, അവിടുത്തെ മൂർത്തി ശാന്തമൂർത്തിയാണ്, എന്തെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇഷ്ടംപോലെ അവനവന്റെ മനസ്സിൽ വരുന്ന ലീലാവിലാസങ്ങളൊക്കെ നമ്മൾ പറയും ഒരു ഈശ്വരനെ കുറിച്ച്. നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളെ കുറിച്ച്, ഈശ്വരങ്ങളെ കുറിച്ച്, മൂർത്തികളെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ, എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ പറയും. അപ്പൊ ഇതൊക്കെ ഭേദം വെച്ചാണ് പറയുന്നത്. എല്ലാം ഭേദബുദ്ധിയിലാണ് സംസാരിക്കുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക, മറ്റേത് അനുഭവത്തിൽ കൂടി പലരും പറയും. അപ്പൊ ഇതൊന്നും സത്യമല്ല എന്നുള്ളതാണ് ഇനി തെളിയിക്കാൻ പോകുന്നത്. അപ്പോ ജീവൻ എന്നാൽ അല്പജ്ഞൻ, സംസാരി എന്നും ഈശ്വരൻ എന്നാൽ സർവജ്ഞൻ എന്നും ആണ് നമ്മുടെ ഉള്ളിലുള്ള ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സങ്കല്പം. ഇവിടെ വാക്യമൊക്കെയാണ് തത്വമസി എന്നുള്ള വാക്യം. വാക്യത്തിന് തെറ്റൊന്നുമില്ല. തത്വം അസി, അതിന്റെ സംസ്കൃതത്തിലുള്ള വാക്യം കറക്റ്റാണ്, ഒരു തെറ്റുമില്ല. അർത്ഥം നോക്കുമ്പോഴാണ് സംശയം വരുന്നത്. തത്വം അസി വാക്യമൊക്കെ, അർത്ഥം നോക്കുമ്പോഴോ ഭയങ്കര കൺഫ്യൂഷനാണ്. അതെങ്ങനെയാ പറ്റുക, എങ്ങനെയാ ശരിയാവുക? അപ്പോ ഇപ്പൊ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലൊരു മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അതിന് മനസ്സിലാക്കുക? ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ മാച്ച്. അപ്പോ നമ്മൾ ആ ദേശത്തെയാണ് ഉദ്ദേശിക്കുക. ഇന്ത്യ എന്ന സ്ഥലത്തെ ഈ മണ്ണും ഓസ്ട്രേലിയ എന്ന സ്ഥലത്തെ ആ ഭൂമിയും ഇവര് തമ്മിലാണോ മത്സരം? അല്ലല്ലോ. അവിടെ ഇന്ത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ കളിക്കാരെ, ഓസ്ട്രേലിയ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവിടത്തെ കളിക്കാരെ. അപ്പൊ പേര് ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാലും അവിടെ ഉദ്ദേശിക്കുന്നത് കളിക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ തത്വമസി എന്നുള്ള വാക്കിനകത്ത് ഇതേപോലെ വെറുതെ വാക്കിന്റെ അർത്ഥമല്ല, അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനെ നന്നായി വിചാരം ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വെറുതെ തത്വമസി എന്നൊരു വാക്ക് കേട്ട് അതിന്റെ വാക്യാർത്ഥം നോക്കിയാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോ ആ മഹാവാക്യ വിചാരത്തിലേക്ക് നമുക്ക് പോണം. അവിടെ പറയുന്നു, സ്ഥൂല സൂക്ഷ്മ ശരീര
അഭിമാനി ത്വം പദ വാച്യാർത്ഥഃ. ത്വം പദത്തിനെ വിശദീകരിച്ച് പറയാണ്. എന്താണ് ത്വം? തത് ത്വം അസി എന്നുള്ളതിലെ ത്വം എന്ന പദത്തെ ആദ്യമായി ശങ്കരാചാര്യസ്വാമി വിശദമായി പറയുന്നു. എന്താണ് ത്വം? സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി ത്വം പദ വാച്യാർത്ഥഃ. ക്ലിയർ ആയല്ലോ? ഇനി എന്താ പറയുന്നേ? ഉപാധി വിനിർമുക്തം, ഉപാധി വിനിർമുക്തം സമാധിദശാ സമ്പന്നം ശുദ്ധ ചൈതന്യം ത്വം പദ ലക്ഷ്യാർത്ഥഃ. നേരത്തെ പറഞ്ഞത് വാച്യാർത്ഥഃ. എന്താണ് വാച്യാർത്ഥം? സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി ത്വം പദം, അത് വാച്യാർത്ഥം. ഇനി ത്വം പദത്തിന്റെ ലക്ഷ്യാർത്ഥം പറയും. അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? ത്വം എന്ന വാക്കുകൊണ്ട് ശാസ്ത്രത്തിൽ ലക്ഷ്യമാക്കുന്നത്, മഹാവാക്യത്തിൽ ലക്ഷ്യമാക്കുന്നത് എന്ത്? വാക്കിന്റെ അർത്ഥം സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി എന്ന്, ആ ശരീരത്തിന്. ഇനി ഇവിടെ ശരിയായിട്ട് അതിന്റെ ലക്ഷ്യാർത്ഥം എന്താണെന്ന് പറഞ്ഞു തരികയാണ്. ഉപാധി വിനിർമുക്തം. കേൾക്കുമ്പോ തന്നെ അറിയാലോ, ഉപാധി വിനിർമുക്തം, ഉപാധിയുടെ അതിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള സമാധിദശാ സമ്പന്നം, സമാധിദശ കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ശുദ്ധം, ശുദ്ധമായ ചൈതന്യം, ചൈതന്യം, ആ ശുദ്ധ ചൈതന്യമാണ് ത്വം പദ ലക്ഷ്യാർത്ഥഃ. അവിടെ ത്വം പദ ലക്ഷ്യാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മ ആണ്, ശരീരമല്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. മഹാവാക്യ വിചാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, തത് ത്വം അസി എന്ന് ഗുരു പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് ശിഷ്യൻ അറിയുന്നുണ്ട്. ഈ വാക്യം കേട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇത് ശ്രവണം. ഇവരെ ശ്രവണം പിന്നെ സംശയങ്ങൾ ഉണ്ടാകുന്നു, അത് തീർക്കുന്നതാണ് മനനം എന്ന് പറഞ്ഞു. അപ്പോ ഈശ്വരനും ജീവനും വേറെ വേറെ എന്ന് ബുദ്ധിയെ നാം സ്വീകരിക്കരുത് എന്നാണ് നേരത്തെ പറഞ്ഞത്. ന എന്ന് പറഞ്ഞല്ലോ, ആ വേറെ വേറെ എന്ന് സ്വീകരിക്കരുത് എന്ന് ശാസ്ത്രം പറഞ്ഞു തരുന്നു, തത്വബോധം പറഞ്ഞു തരുന്നു. അഹങ്കാരത്തോടു കൂടിയ അല്പജ്ഞാനിയായ ജീവനും അഹങ്കാരമില്ലാത്ത സർവജ്ഞാനിയായ ഈശ്വരനും തത്വമസി എന്ന മഹാവാക്യം കൊണ്ട് എങ്ങനെ അഭേദ ബുദ്ധിയെ തരും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ അതിപ്പോ അങ്ങനെ ചോദിക്കാൻ കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ കൊണ്ട് വേറെ വേറെ തോന്നുന്നല്ലോ, പരസ്പര വിരുദ്ധമായ ധർമ്മങ്ങളെ കൊണ്ട് വേറെ വേറെ തോന്നുന്നല്ലോ, അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. എന്നാൽ ഇല്ല എന്ന് പറയാം, അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. കാരണം ഈ സന്ദേഹം, സംശയം വരാൻ പാടില്ല. ഇങ്ങനെ സംശയം വരരുത്. മനനം ചെയ്ത് നോക്കൂ, ഈ സംശയം മാറും. അപ്പോ ആണ് മനനത്തിലേക്ക് കടന്നത്. അപ്പൊ ഒരു വാക്യം പഠിക്കുമ്പോൾ അർത്ഥം ശരിയായി മനസ്സിലാക്കണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നിലെ വാക്യം തെറ്റ്, അല്ലെങ്കിൽ നാം കൽപ്പിച്ച അർത്ഥം തെറ്റ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നിലെ വാക്യം തെറ്റ്, അല്ലെങ്കിൽ നാം കൽപ്പിച്ച അർത്ഥം തെറ്റ്. ഇവിടെ വാക്യം തെറ്റല്ല എന്ന് ഉറപ്പാണ്. തത്വമസി എന്നുള്ള വാക്യം തെറ്റല്ല എന്ന് 100% ഉറപ്പാണ്. പിന്നെന്താണ്? നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന അർത്ഥത്തിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോ ലക്ഷ്യാർത്ഥം നോക്കണം. വാക്യം ശരിയാണ്, പക്ഷെ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അപ്പൊ എന്താ? ഇതിന്റെ വാച്യാർത്ഥമായിരിക്കില്ല ശരി, ലക്ഷ്യാർത്ഥം എന്ന് പറഞ്ഞൊന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോ വാച്യാർത്ഥം യോജിക്കുന്നില്ലെങ്കിൽ ലക്ഷ്യാർത്ഥം യോജിക്കും. ലക്ഷ്യാർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു വാക്ക് പല ജ്ഞാനത്തെയും തരും, എന്നാൽ എല്ലാം ഒരുപോലെ നാം സ്വീകരിക്കാറില്ല, അല്ലെ? ഒരു വാക്ക് നമുക്ക് പല അർത്ഥങ്ങളെ, പലതരത്തിലുള്ള മീനിങ് തരും, പക്ഷെ എല്ലാം നമ്മൾ സ്വീകരിക്കുകയോ ഇല്ല. നമ്മളെ സന്ദർഭത്തിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണോ യോജിക്കുന്നത് അതിന് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഇപ്പോ അമ്മ പറയാണ് കുട്ടിയോട് 6 മണിയായിട്ടോ എന്ന് പറയുക. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു, 6 മണിയായി എന്ന് പറയുന്നു. എന്താണ് അതിന്റെ മീനിങ്? വാച്യാർത്ഥം 6 മണിയായി എന്നുള്ളത്. 6 മണിയായിക്കോട്ടെ, അതിനിപ്പോ എന്താ? അതാണോ അവിടെ ഉദ്ദേശിച്ചത്? അല്ല, 6 മണി വരെയെ കളിക്കാൻ
സമയമുള്ളൂ. 6 മണിക്ക് കളി നിർത്തി അകത്ത് വന്ന് കൈകാല് കഴുകി കുളിച്ച് നാമം ചൊല്ലണം. ഇതാണ് അതിന്റെ ലക്ഷ്യം. ആ കുട്ടിയെ 6 മണിയായി എന്ന് അമ്മ അറിയിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? കളി നിർത്തുക, അകത്ത് വരിക, ജപിക്കുക. ഇതാണ് ലക്ഷ്യം. 6 മണിയായി എന്ന് മാത്രം കേട്ടാലോ, 6 മണിയായി, ശരി, 6 മണിയായിക്കോട്ടെ. അപ്പൊ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അമ്മ ഉദ്ദേശിച്ച അർത്ഥം അവിടെ മകന് മനസ്സിലായി. നേരത്തെ അത് പറഞ്ഞ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാവും. 6 മണിയായ കളി നിർത്തിക്കോണം വരണം എന്നുള്ളത് ഒരു അവിടുത്തെ ഒരു അലിഖിത നിയമമായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോ അമ്മ ഉദ്ദേശിക്കുന്ന 6 മണിയായി എന്ന് അമ്മ പറയുമ്പോൾ അമ്മ ഉദ്ദേശിക്കുന്നത് മകന് മനസ്സിലാവുന്നുണ്ടല്ലോ. അവൻ വേഗം അകത്ത് വന്ന് കുളിച്ച് നാമം ചൊല്ലും. അപ്പൊ നാം സാധാരണയായി ജീവൻ എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ നോക്കണ്ടേ. സാധാരണയായിട്ട് നാം ജീവൻ എന്ന് പറയുമ്പോ അനാത്മാവായ ശരീരത്തെയും ചേർത്താണ് മനസ്സിലാക്കുന്നത്. അനാത്മാവായ ശരീരത്തെയും ചേർത്താണ് നാം ജീവൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആര് എന്ന് ചോദിക്കുമ്പോൾ നാം ശരീരത്തെ ചേർത്തല്ലേ മറുപടി പറയുന്നത്. നിങ്ങൾ ആര് എന്ന് ചോദിച്ചാൽ നാം ശരീരത്തെ ചേർത്തല്ലേ പറയുന്നേ? ആണ്. അറിവ് സ്വരൂപമായ ആത്മാവും ചേർന്ന് ശരീരം ഇരിക്കുന്നു. ശരീരം ശരിക്കും ശരീരം മാത്രമാണോ? അല്ല. അറിവ് സ്വരൂപമായ ആത്മാവ് ചൈതന്യം തന്നുകൊണ്ട് അകത്തിരിക്കുകയാണ്. അത് ഓർക്കുന്നില്ല, ശരീരമാണ് എന്ന് പറയുന്നു. ഈശ്വരൻ ആരെ എന്ന് ചോദിക്കുമ്പോഴോ നമ്മൾ പറയും ഈ പ്രപഞ്ചത്തിന് കാരണമായവനാണ്, മായയെ തന്നിടത്തിൽ വെച്ചിരിക്കുന്ന ആളാണ്. നീ ആരെന്ന് ഞാൻ ആരെ നമ്മളോട് ചോദിച്ചു, നമ്മൾ ആരെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ചൈതന്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ ശരീരമാണ് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഈശ്വരനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോ നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമാണ് ഈശ്വരൻ, മായയെ തന്നിടത്തിൽ വെച്ചിരിക്കുന്ന ആളാണ്. ഇത് വാച്യാർത്ഥം. നീ, ഞാൻ, അവൻ, അവൾ, അതൊക്കെ വാച്യാർത്ഥം. ചൈതന്യത്തോടു കൂടിയ അനാത്മ. ഞാൻ എന്നതിൻ്റെയും ഈശ്വരൻ എന്നതിൻ്റെയും വാച്യാർത്ഥം എടുത്താൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടിന്റെയും വാച്യാർത്ഥം മാത്രം എടുത്താൽ, അതായത് പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു അർത്ഥം മാത്രം, ആ വാക്കുകളുടെ മാത്രം അർത്ഥം എടുത്താൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. രണ്ടും എങ്ങനെ ഒന്നാകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടും വേറെ വേറെ അർത്ഥമാണല്ലോ. അപ്പൊ രണ്ടും കൂടെ എങ്ങനെയാ ഒന്ന് പറയാം? ഇവിടെ വാച്യാർത്ഥം എടുക്കുമ്പോൾ രണ്ടും വേറെ വേറെ അർത്ഥമല്ലേ വാക്കുകൾ കൊണ്ട് തന്നത്. അപ്പൊ എങ്ങനെ രണ്ടും ഒന്നാവുക? ആകാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ വാച്യാർത്ഥമല്ല എടുക്കണ്ടേ എന്നുള്ളതാണ് മനനത്തിൽ കൂടി മനസ്സിലാക്കേണ്ടത്. ജീവൻ എന്ന പദത്തിലെ അനാത്മാവിനെ ത്യാഗം ചെയ്ത്, ജീവൻ എന്ന പദത്തിലെ അനാത്മാവിനെ ത്യാഗം ചെയ്ത്, അതായത് ആ കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരത്തെ ത്യാഗം ചെയ്ത് ലക്ഷ്യാർത്ഥമായ ചൈതന്യത്തെ മാത്രം എടുത്ത് മനസ്സിലാക്കുന്നു. ജീവൻ എന്ന പദത്തിലെ വാച്യാർത്ഥം നേരത്തെ പറഞ്ഞ ശരീരം ഞാനാണ്. ശരീരം പല ഇന്ന തറവാടില് ഇന്ന ആള്, ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്ന നിറം, ഇന്ന എല്ലാ കാര്യങ്ങളും പറയും. ഇന്ന പേര്, ഇന്നാളുടെ മകൻ, ഇന്നാള് മുത്തശ്ശനാണ്, പേരക്കുട്ടിയാണ്. ഇങ്ങനെ പലതരത്തിലും പറയും. അല്ലെങ്കിൽ ഓഫീസിലെ ജോലികൾ പറയും, പേരുകൾ പറയും, സ്ഥാനമാനങ്ങൾ പറയും, ഇങ്ങനെയെല്ലാം പറയും. ഇത് വാച്യാർത്ഥം. ഈ വാച്യാർത്ഥത്തെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുക, അതെടുക്കുക വേണ്ട. ഇവിടെ എന്തുണ്ട്? ഒരു ചൈതന്യമുണ്ട് ഇതിനകത്ത്. ഒരു ചൈതന്യമാണ് ഇതിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് മുഴുവൻ. ആ ചൈതന്യത്തെ എടുക്കുക, അതാണ് ലക്ഷ്യാർത്ഥം. ഏത് പദത്തിന്റെ? അവൻ, അവൾ, നീ, ഞാൻ എന്നൊക്കെ പറയുന്ന പദത്തിന്റെ ലക്ഷ്യാർത്ഥം ആ ചൈതന്യ സ്വരൂപമാണ്. അപ്പോ ലക്ഷ്യാർത്ഥമായ ചൈതന്യത്തെ മാത്രം എടുത്ത് മനസ്സിലാക്കുക. ഈശ്വരൻ എന്ന പദത്തിലെയോ, അതിലെ ഈ കാണുന്ന ലോകം, ഈ ലോകത്തിന് കാരണമായവൻ, മായ എന്നിവയെ എല്ലാം നീക്കുക.
നേരത്തെ പറഞ്ഞു ബ്രഹ്മം പ്ലസ് മായ ഈസ് ഈക്വൽ ടു ഈശ്വരൻ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മായയിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുക. ആ ബ്രഹ്മം എന്നുള്ളതിനെ വിട്ടു. മായയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, മായയ്ക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന ശക്തി, അതിനെ എടുക്കുക, മായയെ വിടുക. മായ എന്താണ്? ഈ കാണുന്ന ലോകം. ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തി പുറകിലുണ്ട്, അതിനെ സ്വീകരിക്കുക. അത് ലക്ഷ്യാർത്ഥം. മായയെ കാണുന്ന ഈ വൃക്ഷങ്ങള്, പക്ഷിലതാദികള്, ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, അന്തരീക്ഷത്തിൽ കാണുന്ന പഞ്ചഭൂതങ്ങളെ എല്ലാം മായ കൊണ്ടെന്നാണ് നമ്മൾ പഠിച്ചല്ലോ. വളരെ വ്യക്തമായിട്ട് പഠിച്ചു എങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടായെന്ന് ഗംഭീരമായിട്ട് പഠിച്ചു. പഴയ വീഡിയോസ് ഒക്കെ കേൾക്കണം, പഴയ ഓഡിയോ ഒക്കെ കേൾക്കണം, വീണ്ടും വീണ്ടും കേൾക്കണം. തത്വബോധം ഒരു പ്രാവശ്യം കേട്ടാൽ 100 പ്രാവശ്യം കേട്ടാലേ അത് ശരിക്കും ഉള്ളിലങ്ങ് പ്രവർത്തിച്ച് ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു. തത്വബോധം എന്നൊരു പറഞ്ഞ മഹാഗ്രന്ഥം ആരുണ്ടാക്കിയിരിക്കുന്നു? ശങ്കരാചാര്യസ്വാമികൾ രചിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനി ഒന്നും കിട്ടത്തില്ല, ഒരു ഗ്രന്ഥവും കിട്ടത്തില്ല. ഈ ബേസിക്സ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ ഗ്രന്ഥത്തെ പോലെ ഒരു ഗ്രന്ഥവുമില്ല. ആത്മീയ പാതയിലെ പ്രകാശം എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ പ്രകാശം, ഈ വഴിയിൽ കൂടി, ഈ ഗ്രന്ഥം കാണിച്ചു തരുന്ന വഴിയിൽ കൂടി ആ പ്രകാശം അനുസരിച്ച് മുന്നോട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ സാക്ഷാത്കാരം എന്ന ആ വലിയ ലക്ഷ്യം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇവിടെ ത്വം എന്ന പദത്തിലെ ലക്ഷ്യാർത്ഥവും തത് എന്ന പദത്തിലെ ലക്ഷ്യാർത്ഥവും കണ്ടാൽ രണ്ടും ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോ ഈശ്വരൻ എന്ന പദത്തിലെ ലോകം, കാരണം, മായ എന്നിവയെല്ലാം നീക്കിയാൽ അവിടെയും ഉള്ള ചൈതന്യത്തെ മാത്രം എടുത്ത് മനസ്സിലാക്കുമ്പോൾ ജീവനും ഈശ്വരനും ഒന്ന് തന്നെ. വാച്യാർത്ഥം വിട്ട് ലക്ഷ്യാർത്ഥം എടുത്താൽ ഐക്യം കാണാം. ഇങ്ങനെ ചിന്തിച്ച് 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 മഹാവാക്യങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ പേരാണ് മനനം. അപ്പോ സ്ഥൂല സൂക്ഷ്മ അഭിമാനി, സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി ത്വംപദവാച്യാർത്ഥ. അതായത് നമ്മൾ നേരത്തെ കുറെ തത്വങ്ങൾ പഠിച്ചു അല്ലേ? സ്ഥൂലവും 19 തത്വങ്ങളോട് കൂടിയ സൂക്ഷ്മ ശരീരവും ചേർന്നതിനെ ഞാൻ അഭിമാനി എന്ന് പറയുന്നു. സ്ഥൂലവും 19 തത്വങ്ങളോട് കൂടിയ സൂക്ഷ്മത്തിനെയും ചേർന്നതിനെ ഞാൻ എന്ന് പറയുന്നു. ഒരു ചേതനാ തത്വം അവിടെ ഉണ്ട്. അപ്പോ ത്വംപദ, ജീവനെ കുറിക്കുന്ന പദത്തിന്റെ ത്വംപദ വാച്യാർത്ഥ. നമ്മൾ അങ്ങനെയാണ് വാച്യാർത്ഥം എടുക്കുന്നത്. എന്താണ്? സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി എന്ന്. പിന്നെ അപ്പൊ കാരണം അതിനകത്ത് ഓൾറെഡി ഉണ്ട്, അത് പ്രത്യേകം പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്തുണ്ട്. പിന്നെയോ ആത്മാവിന് വേറെ പേരാണ് ഉപാധി. ഉപാധി നേരത്തെ പഠിച്ചു. എന്താണ് ഉപാധി എന്ന് പറഞ്ഞു അല്ലേ? ഉപാധി എന്താണെന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപാധികളാണ്. അപ്പൊ ഉപാധിയെ നീക്കിയ സമാധി, അതായത് ജ്ഞാനം. ഉപാധിയെ വിനിർമുക്തം, ഉപാധിയെ നീക്കിയ സമാധി ദശാസമ്പന്നം. സമാധി ദശ എന്താണ്? ജ്ഞാനാവസ്ഥ, ജ്ഞാനം ഉള്ള അവസ്ഥയാണ് സമാധി ദശ. വെറുതെ കണ്ണും പൂട്ടിയിരിക്കുന്നതല്ല. അറിവിൽ മനസ്സിനെ അറിവിൽ ജ്ഞാനത്തിൽ നിറച്ചിരിക്കുന്ന അവസ്ഥ. അതായത് ഞാൻ ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധ ചൈതന്യം, ശുദ്ധമായ ചൈതന്യ തത്വം, അതാണ് ശരിക്കും പറഞ്ഞാൽ ത്വംപദത്തിന്റെ, ത്വം നീ എന്ന പദത്തിന്റെ ലക്ഷ്യാർത്ഥം. ഉപാധിയെ സ്ഥൂലമായി നീക്കാൻ പറ്റില്ല. പറ്റുമോ? ഉപാധിയെ സ്ഥൂലമായിട്ട് നീക്കാൻ പറ്റില്ല. സ്ഥൂലം എവിടെ ഉണ്ടാവും? അതിനെ എവിടെയാ നീക്കുക? ബുദ്ധിയിലേ നീക്കാൻ പറ്റുള്ളൂ. മനസ്സിലും ബുദ്ധിയിലുമേ നീക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ശരീരത്തിന് ഇരിക്കുകയാണ്. ഈ ശരീരത്തെ നശിപ്പിച്ചാതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. ഈ സ്ഥൂലത്തിന് അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ച് ഞാൻ ഈ ശരീരമല്ല, ഒരു ചൈതന്യ സ്വരൂപമാണ്, ഞാൻ അറിയുന്നുണ്ട്, സച്ചിത് ആനന്ദം എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഞാൻ ഉണ്ട് എന്നറിയുന്നു,
ഞാൻ എന്നും ഉണ്ടായിരിക്കും, സത്താണ്. ചിത്ത്, എനിക്കൊരു അറിവുണ്ട്, ഞാൻ എല്ലാത്തിനെയും കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, പഞ്ച ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നു, അറിവുണ്ട്. ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിക്കാതെ നിദ്രയിലേക്ക് പ്രവേശിച്ച് സ്വപ്നത്തിൽ കൂടിയുള്ള സൂക്ഷ്മ ഇന്ദ്രിയങ്ങളെയും പോലും ഉപയോഗിക്കാതെ എല്ലാത്തിനെയും എല്ലാം ശാന്തമായി അടങ്ങി ആ ചൈതന്യത്തിൽ ഒതുങ്ങി ഇരിക്കുമ്പോൾ ഞാൻ സുഖം അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ എണീറ്റ് കഴിയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് സുഖമായി ഉറങ്ങിയെന്ന്. ഒരു ആനന്ദം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോ സച്ചിത് ആനന്ദം. അപ്പോ അങ്ങനെയുള്ള ആ ശുദ്ധ ചൈതന്യമാണ്, ശുദ്ധമായ ഒരു ചൈതന്യ സ്വരൂപമാണ് ഞാൻ, അല്ലാതെ ശരീര അഭിമാനി അല്ല. അപ്പോ ശരീരാഭിമാനി എന്നുള്ളത് വാച്യാർത്ഥം, ശുദ്ധ ചൈതന്യം എന്നുള്ളത് ലക്ഷ്യാർത്ഥം, ത്വംപദ ലക്ഷ്യാർത്ഥം, ജീവന്റെ ലക്ഷ്യാർത്ഥം. ഉപാധി എന്നാൽ ഏതെന്നാണോ തൻ്റെ അരികിലുള്ള ഒന്നിന് തൻ്റെ തനിമയെ പ്രകാശിപ്പിക്കുന്നത്, അതായത് തെറ്റായി നൽകുന്നത്, തെറ്റായി പകർന്നു കൊടുക്കുന്നത്, അതിന് ഉപാധി എന്ന് പറയും. അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു, സ്ഫടികം വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് ഒരു ചുവന്ന പൂ കൊണ്ടുവച്ചപ്പോൾ ചുവന്ന പൂവിലെ ചുവന്ന നിറം സ്ഫടികത്തിൽ കാണുമ്പോൾ ചുവന്ന പൂവ് ഉപാധി, ആ ഉപാധി തൻ്റെ നിറത്തെ സ്ഫടികത്തിന് കൊടുത്തു. സ്ഫടികം, ശുദ്ധമായ സ്ഫടികം അത് സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് സ്ഫടികം എന്ത് വിചാരിക്കുന്നു? ഞാൻ പൂവാണെന്ന് വിചാരിക്കുന്നു, ഞാൻ ചുവപ്പാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ ആ പുഷ്പത്തിന് ഉപാധി എന്ന് പറയും. തൻ്റെ ധർമ്മങ്ങളെ മറ്റൊന്നില് കയറ്റിവിടുന്നു. ശരിക്കും കയറ്റിവിടുകയാണോ? അല്ല, തോന്നിപ്പിക്കും. അപ്പോ സ്ഫടികം ശുദ്ധമാണ് എന്ന് നമുക്കറിയാം. കാണുന്ന ചുവപ്പ് നിറം നാം അറിവിനാൽ നീക്കി സ്ഫടികം ശുദ്ധമെന്നറിയാം. അല്ലാതെ സ്ഫടികത്തിനകത്തുനിന്ന് ചുവന്ന കളറിനെ എടുത്തു മാറ്റാൻ പറ്റുമോ? അവിടെ ചുവന്ന കളർ ഉണ്ടോ? ശരിക്കും ഇല്ല. പക്ഷെ നമുക്ക് തോന്നി. നമ്മുടെ തോന്നലിനെ എങ്ങനെ മാറ്റും? നമ്മള് സ്ഥൂലമായിട്ട് മാറ്റാൻ പറ്റുമോ? അതിൽ നിന്ന് പിടിച്ച് പറിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എങ്ങനെയാ മാറ്റുക? നമ്മൾ സ്വയം അറിയും, ഓ അത് പൂവിന്റെ നിറമാണ്, അല്ലാണ്ട് സ്ഫടികത്തിന്റെ നിറമൊന്നുമല്ല. സ്ഫടികം ശുദ്ധമല്ലേ, എന്താ സംശയം? ഏത് ബുദ്ധിയുള്ള ആൾക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഒരു സ്വല്പം ബുദ്ധിമതിയല്ലോ അതിന് എന്നല്ലേ നമ്മൾ വിചാരിക്കുക. ചെറിയൊരു അറിവുണ്ടെങ്കിൽ സ്ഫടികം ശുദ്ധമാണെന്ന് നമുക്കറിയാലോ. ചുവന്ന പൂവ് എടുത്തു വെച്ചത് കൊണ്ടാണ്. ആ പൂവിനെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ സ്ഫടികത്തിന്റെ ശുദ്ധമായ നിറം നമുക്ക് കാണാം. അപ്പോ അങ്ങനെ പൂവിനെടുത്ത് മാറ്റുന്ന പോലെ ശരീരത്തെ എടുത്ത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് മാറ്റാം? അറിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട് അത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോ ചുവപ്പായി കാണുന്ന എങ്കിലും അത് ഉപാധി മൂലമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അതാണ് ജ്ഞാനം. അതുപോലെ ആത്മാ എന്ന സ്ഫടികം പോലെ ശുദ്ധമായ ചൈതന്യ സ്വരൂപത്തിൽ, അതുപോലെ ആത്മാ എന്ന സ്ഫടികം പോലെ ശുദ്ധമായ ചൈതന്യ സ്വരൂപത്തിൽ നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ അടുത്ത് ഇരുന്ന് അതിൻ്റെ തന്മയെ ആത്മാവിൽ ഉള്ളതുപോലെ കാണിക്കും. ശരീരധർമ്മങ്ങളെ ആത്മാവിൽ ഉള്ളതുപോലെ കാണിക്കുന്നു. നാം സമാധി ദിശയിൽ, അതായത് അറിവിൽ വിചാരം ചെയ്ത് വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് മനനം ചെയ്ത് ഈ ഉപാധിയെ നീക്കുന്നു. അറിവിനാൽ നീക്കുന്നു, അറിവിൽ നീക്കുന്നു. ഇതാണ് ഉപാധി വിനിർമുക്തം എന്നവിടെ പ്രയോഗിച്ചത്. ഉപാധി വിനിർമുക്തം എന്നവിടെ പ്രയോഗിച്ചത് ഇതാണ്. ജ്ഞാനനിലയിൽ സമ്പാദിച്ച ശുദ്ധം ചൈതന്യം ആണ് ജീവന്റെ ലക്ഷ്യാർത്ഥം. ലക്ഷ്യാർത്ഥം ആലോചിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നിന്റെയും വാച്യാർത്ഥത്തിൽ നിൽക്കരുത്. വാച്യാർത്ഥം യോജിച്ചില്ലെങ്കിൽ ഉടനെ ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകണം. അപ്പോ ശാസ്ത്രം എപ്പോഴും നമുക്ക് അറിയാത്ത ലക്ഷ്യാർത്ഥത്തെയാണ് കാണിച്ചു തരുന്നത്. മറ്റേ വാച്യാർത്ഥം നമുക്കറിയാം. ഒരു ഡിക്ഷണറി തുറന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാം. വാച്യാർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ശാസ്ത്രം എപ്പോഴും ലക്ഷ്യാർത്ഥത്തെയാണ് കാണിച്ചു തരിക. വാച്യാർത്ഥം ശാസ്ത്രം പറഞ്ഞു തരണ്ടല്ലോ, അല്ലാതെ അറിയാം. ശാസ്ത്രം എന്നത് ഗഹനമായ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നതിനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. സാധാരണ ബുദ്ധിയിൽ വരാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ് ശാസ്ത്രം.
അതിനകത്തേക്ക്, സബ്ജക്റ്റിനകത്തേക്ക് ഊഴ്ന്നിറങ്ങിച്ചെന്ന് മനുഷ്യ മനസ്സിനെ വികസിപ്പിച്ച് കൂടുതലായിട്ടുള്ള അറിവുകളെ നൽകുന്നതാണ് ശാസ്ത്രം. അപ്പോ ശാസ്ത്രം ഒരിക്കലും വാച്യാർത്ഥത്തിൽ നിൽക്കില്ല, ലക്ഷ്യാർത്ഥത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. അപ്പോ ജ്ഞാനനിലയിൽ കിട്ടിയ ശുദ്ധ ചൈതന്യ സ്വരൂപമാണ് ജീവന്റെ ലക്ഷ്യാർത്ഥം എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഞാൻ ഈ ശരീരം എന്നത് അത് ശരിയല്ല. ഇനി ഈശ്വരനെ കുറിച്ചും ഇതുപോലെ നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോ ഈ ശരീരമല്ല ഞാൻ, അത് വാച്യാർത്ഥം മാത്രമാണ്. തത്വം അസി എന്നതിലെ ത്വം എന്നത് വാച്യാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല, ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകണം. ലക്ഷ്യാർത്ഥം ശുദ്ധ ചൈതന്യ അറിവ് സ്വരൂപമാണ് ഞാൻ എന്നതാണ് എന്ന് നിൽക്കുന്നു. ഇനി ഈശ്വരനെ കുറിച്ചും ഇതുപോലെ നമുക്ക് വ്യക്തമായിട്ട് എന്താണ് ഈശ്വരൻ. തത് ത്വം അസിയിലെ തത് എന്ന പദമാണ് ഈശ്വരനെ കാണിക്കുന്നത്. ആ തത് എന്ന പദത്തിന്റെ വാച്യാർത്ഥം എന്ത്, അതിന്റെ ലക്ഷ്യാർത്ഥം എന്ത് എന്ന് അറിയുമ്പോൾ ഈ ഐക്യം നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ അടുത്ത ക്ലാസ് ഉണ്ട്, നാളെ തന്നെ ഉണ്ട് അടുത്ത ക്ലാസ്. പറ്റുന്നെങ്കിൽ നമുക്ക് 2-3 ദിവസം അടുപ്പിച്ച് തിങ്കൾ ചൊവ്വയൊക്കെ എടുപ്പാൻ 2-3-4 ദിവസം ക്ലാസ് ഇല്ലാത്ത പോയാലും നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇനിയും ഗഹനമായ കാര്യങ്ങള് ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നു വളരെ വിശദമായിട്ട്. അത് മനസ്സിലാക്കാനുള്ള സമയവും സൗകര്യവും ബുദ്ധിയും ആഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിരാം. സായിരാം സാറേ, സായിരാം.